ഈ മദ്യനയത്തിൽ ഇനി ഒരു മുഖ്യമന്ത്രി കൂടി തെന്നി വീഴാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതിന്റെ സൂചനകളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഒരു മുഖ്യൻ തെന്നി വീണ് കണ്ടതാണ് നമ്മൾ. ഇനിയിപ്പോൾ അടുത്തതും ഉണ്ടാകാം അല്ലേ? അതെ അതെ, എല്ലാ ഭരണപരാജയങ്ങളും സ്വയം ഏറ്റുവാങ്ങാനാണ് പിണറായി രണ്ടാം ഊഴത്തിൻ്റെ വരവെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ വേസ്റ്റ് സ്റ്റേറ്റായിട്ട് മാറിയിരിക്കുക. ഒരൊറ്റ വ്യവസായം കേരളത്തിലേക്ക് വന്നിട്ടില്ല. ദാവോസ് ഉച്ചകോടിയിലൊക്കെ ചെന്ന് അതുവരെ പോയിട്ട് ഇവിടെ വന്ന് അതുവരും ഇതുവരുമെന്ന് പറയാതല്ല ഒരൊറ്റ വ്യവസായം വന്നിട്ടില്ല. പുതുതായിട്ട് ഉള്ള ഹോട്ടലുകളും മുറുക്കാൻകടകളൊക്കെ പൂട്ടിക്കൊണ്ട് പോവുക. ലുലുവിൻ്റെ പോലെയുള്ള മാളുകൾ വന്നിട്ട് അവയെല്ലാം തകർന്ന് നശിച്ച് നാറാണക്കല്ല് വെച്ചു. എന്നിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എഥനോൾ ഉണ്ടാക്കാനുള്ള ഒരു വ്യവസായ സംരംഭത്തിന് ഉള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. എഥനോൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ അരോമാറ്റിക് പ്രോഡക്ട്സാണ്, ഓർഗാനിക് പ്രോഡക്ട്സാണ്. ആ ഓർഗാനിക് പ്രോഡക്ട്സ് പല വിധത്തിൽ ഉപയോഗിക്കാം. ചാരായമാക്കാം, അങ്ങനെ ഈ ഇന്ധനമാക്കാം. നല്ല ഉപയോഗങ്ങളും ചീത്ത ഉപയോഗങ്ങളും ഉണ്ട്. ഇപ്പോൾ എഥനോളും ചേർത്തിട്ടാണ് പലപ്പോഴും പെട്രോളിൻ്റെ കൂടെ ചേർത്തിട്ട് പെട്രോളിൻ്റെ ആ ഉപഭോഗം, ഫോസിൽ ഇന്ധനത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ. ഈ സാധനം തന്നെ കുറച്ചൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ മീഥൈൽ ആൽക്കഹോളോ സാക്ഷാൽ ആൽക്കഹോളോ ചാരായമോ ഒക്കെ ആക്കി മാറ്റാനും പറ്റും. കളറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വിദേശ മദ്യവും ആക്കാം. അപ്പോൾ വമ്പിച്ച സാധ്യതകളുള്ളൊരു സാധനമാണിത്. ഈ ആണവ നിലയം പോലെ തന്നെ അപകടകരമായിട്ടുള്ളൊരു സംരംഭം. പക്ഷേ അതിൽ ഏറ്റവും അപകടമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ 60% ജലസ്രോതസ്സുകളും നാശമായി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം റീറ്റെയിൻ ചെയ്യാനുള്ള, നിലനിർത്താനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പോൾ തന്നെ ജനുവരി ആയതേ ഉള്ളൂ, തണുപ്പ് കാലം കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പ് തന്നെ കിണറുകൾ വറ്റി വരണ്ടിരിക്കുന്നു. ആ സമയത്താണ് പാലക്കാടെന്ന് പറഞ്ഞ വെറുപിടിച്ച സ്ഥലത്ത്, ഒരു ചൂടുകാറ്റിൻ്റെ സ്ഥലത്ത് ഒരു ബ്രൂവറിക്കുള്ള അനുമതി. ഒയാസിസ്. ആ ഒയാസിസ് എന്നുള്ള പേര് അതിലും അപകടകരമാണ്. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കേജ്രിവാൾ ആരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചോ ആ കമ്പനിയാണിത്. കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ വാങ്ങിച്ച് അരവിന്ദ് കേജ്രിവാളിനെ തിഹാർ സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്ന ഏത് കേസിലാണോ, ഏത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതിനാണോ ആ കമ്പനിയാണിത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പോലും പറ്റിയില്ല പിന്നീട് തിരിച്ചു വന്നിട്ട്. അത്രമാത്രം അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തനി നിറം ഇതാണെന്ന്, സത്യസന്ധനാണ് താൻ, മോദിയാണ് കള്ളനെന്ന് പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം തന്നെയാണ് കള്ളനെന്ന് അദ്ദേഹം ജനങ്ങളെ തിരിച്ചറിയിപ്പിച്ച സംഭവം ഒയാസിസ്. അതുപോലെയാണ് ഇപ്പോൾ ആരും അറിയാതെ സൂത്രത്തിൽ പാലക്കാട്ട് കൊണ്ടുപോയിട്ട് എല്ലാ നടപടിക്രമങ്ങളും അനുസരിച്ചാണെന്ന് പാലക്കാടിൻ്റെ സാക്ഷാൽ ദിവ്യനായിട്ടുള്ള MP രാജേഷ് അനുമതിയും കൊടുത്തൊരു ബ്രൂവറിക്ക് അനുമതി കൊടുത്തു. എന്ത് താല്പര്യത്തിൻ്റെ പേരിലുണ്ടെന്നറിയത്തില്ല. പെപ്സി സമരം അവർ കണ്ടതാണ്, അവരിൽ മുമ്പിൽ നിന്ന് നയിച്ചതാണ്. പ്ലാച്ചിമട സംഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതേ പാലക്കാട്ട് തന്നെ ഒരു ബ്രൂവറിക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കണ്ട് ഇദ്ദേഹം ഇങ്ങനെ തുടങ്ങിയതും പുറപ്പെട്ടതും ഇപ്പോഴും ബാധിച്ചു കൊണ്ടിരിക്കുന്നത് ന്യായീകരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. മന്ത്രിസഭയിലെ ഏറ്റവും രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPI ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞ് ചുണ്ടി പ്രകടിപ്പിച്ചു. പിന്നെ നമുക്കറിയാം അത് വലിയ കാര്യമൊന്നുമില്ല. തൃശ്ശൂർ പൂരം കലക്കിയതിനെപ്പറ്റി ഇതുപോലെ പ്രതിഷേധിച്ചു. അത് വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അങ്ങ് അവസാനിക്കുകയായിരുന്നല്ലോ. ഇതും അത്രയും ഉണ്ടാകുമെന്ന് MP രാജേഷ് കരുതി കാണണം. അതുകൊണ്ടായിരിക്കും ധൈര്യമായിട്ട് CPIയുടെ എതിർപ്പിനെ വകവെക്കാതെ അദ്ദേഹം ഇതിന് അനുമതി കൊടുത്തു കഴിഞ്ഞു. അനുമതി കൊടുത്തത്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. VD സതീശൻ പറഞ്ഞിരിക്കുന്നു. VD സതീശൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ കേജ്രിവാളിനെ പോലെ പ്രസ്താവനകൾ നടത്തുന്നു. അതായത് K ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ K കവിത അവിടുത്തെ TDSൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു. അവർക്കും ഈ കേസിൽ പങ്കുണ്ടായിരുന്നു, കമ്മീഷൻ വാങ്ങിക്കുന്നതിൽ. ഒയാസിസ് കമ്പനി ഇട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ CMRൽ നിന്ന് എങ്ങനെ നമ്മുടെ വീണ വിജയൻ വാങ്ങിയോ അതുപോലെ കമ്മീഷൻ വാങ്ങിച്ചിരുന്ന ഒരാളാണ്. ആ കേസിൽപ്പെട്ട് തെളിവുകൾ സഹിതം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് തിഹാർ ജയിലിൽ പോയി കിടന്ന വ്യക്തിയാണ് ഈ കവിത. കവിത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറ്റവിമുക്തയായിട്ടല്ല, അവരിപ്പോഴും കുറ്റവാളി തന്നെയാണ്, പ്രതിയാണ്. കുറ്റവാളി എന്ന് പറയുന്നില്ല, പ്രതിയാണ്. ജാമ്യത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. കേസ് നടക്കുന്നതേ ഉള്ളൂ. കേജ്രിവാളിൻ്റെ പേരിലുള്ള കേസും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ കമ്പനി ഒയാസിസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ചെന്ന് ചാടിയത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ പറയാൻ കഴിയും. എന്ന് മാത്രമല്ല, നാമിങ്ങ അറിയുവതല്പം എല്ലാം
ഓമനെ ദൈവസങ്കല്പമെന്ന് കുമാരനാശാൻ കുട്ടികളോട് പാടിയതുപോലെ നാം സാധാരണക്കാരിങ്ങനെ അറിയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഈ രാഷ്ട്രീയക്കാരുടെ പോക്കുകൾ എങ്ങോട്ടൊക്കെയാണെന്ന് അറിയില്ല. ആരെല്ലാമായിട്ട് ഇനി കേജ്രിവാളുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കവിതയുടെ കാര്യം ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു. അത് വെറുതെ ആയിരിക്കാൻ വഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കാമല്ലോ. അത് പിൻവലിക്കണമെന്ന് ഇപ്പോൾ സതീശൻ പിൻവലിക്കണം ഈ പ്രസ്താവനയെന്ന് അടിസ്ഥാനരഹിതമാണെന്നേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല. കോടതി ഇവർ പ്രതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരിപ്പോഴും പ്രതിപട്ടികയിലുള്ള ആൾ തന്നെയാണ്. രാഹുൽ ഗാന്ധി നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോഴും പ്രതിപട്ടികയിലുള്ളതുപോലെ ഇവരും പ്രതിയാണ്. വർഷങ്ങളെടുക്കും ഇതിൻ്റെയൊക്കെ വിധി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കേരളത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ആരോപണം. അവിടെയാണ് നമുക്ക് ആ പ്രതി കേരളത്തിൽ വന്നിരുന്നു. ആ വന്നത് ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ്. കമ്പനിക്ക് വേണ്ടി. അതെ. അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇപ്പം വി ഡി സതീശൻ പറയുന്നതനുസരിച്ച് ഡൽഹിയിൽ അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പ്രതി തന്നെയാണ്, കുറ്റവാളിയാണെന്ന് അദ്ദേഹം സമ്മതിച്ച് ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. അത് സമ്മതിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള CPM-നും ഇതിൻ്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പം മുന്നണിയുടെ ഒരു കെട്ടുറപ്പും. മലയോര ഹൈവേ പര്യടനത്തിലാണ് പറയുന്നത്. മലയോര ഹൈവേ മലപ്പുറത്തിനടുത്ത് എത്തിയപ്പോഴാണ് ഇത് പറയുന്നത്. മദ്യം ഹറാമായിട്ടുള്ള വലിയ വിഭാഗം ജനങ്ങളുള്ള സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് യേശുക തന്നെ ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് RJD-യും ഈ മദ്യനയത്തിനെതിരായിട്ട് വന്നിട്ടുണ്ട്. JDS പിന്നെ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ആട്ടെ നശിച്ചു വോട്ട് മന്ത്രിസഭ എന്നും പറഞ്ഞാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത് വലിയൊരു അഗ്നിപരീക്ഷ തന്നെയാണ് CPM നേരിടാൻ പോകുന്നത്. നിങ്ങൾക്ക് വ്യവസായം തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങിയില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ കിറ്റ് കൊടുത്തു, അതുപോലെ തന്നെ നിങ്ങളെ കോവിഡിനെ പിടിച്ചു നിർത്തി, അതുപോലെ തന്നെ നിങ്ങളെ ഈ ദുരന്തങ്ങളെ പിടിച്ചു നിർത്തി, പ്രകൃതി ദുരന്തങ്ങളെ പിടിച്ചു നിർത്തി എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അവകാശവാദങ്ങൾ. അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ പോരായിരുന്നോ? ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് ഈ അഴിമതിയുടെ ചെളിക്കളത്തിലേക്ക് നിങ്ങൾ ആഴത്തിലങ്ങ് മുങ്ങാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള ഈ അഴിമതി കേസുകളൊക്കെ നമുക്കറിയാം. CMR-ൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളതെന്ന് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളോടുകൂടി കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കേന്ദ്ര സംഘടന ED-യും അവർ കുറ്റവാളികളെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ഊരാക്കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം. അതിൻ്റെ കൂടെ CPM-ൻ്റെ പാലക്കാടിൻ്റെ മുഖമായ MP രാജേഷും എല്ലാം കൂടെ കുടുങ്ങാൻ പോവുകയാണ്. ഒയാസിസും അല്ല, ഈ മുഖ്യമന്ത്രി അസംബ്ലിയിൽ എന്താ പറഞ്ഞത്? പാവിയെ ശിവൻ തൊട്ടാൽ ശിവനും പാവിയാവും. മന്ത്രി ശിവൻകുട്ടിയെ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്നറിയില്ല. അത് അന്ന് നമ്മുടെ EP ജയരാജൻ നമ്മുടെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പ്രകാശ് ജാവദേക്കറെ കണ്ടപ്പോൾ ആ സമയത്ത് ഇത് പറയുന്നത്. ഇത് പിണറായി വിജയനും ബാധകമല്ലേ? അദ്ദേഹം എന്തായാലും ഒയാസിസ് കമ്പനിയെ തൊട്ടു എന്നുള്ളത് വ്യക്തമാണ്. ആ തൊട്ടു എന്ന് പറയുന്നത് എന്നെത്തുന്നത് ഇപ്പോൾ കവിതയിലേക്കും കേജ്രിവാളിലേക്കും തിഹാർ ജയിലിലേക്കും ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.